പഠനം PSC പഠനം തുടങ്ങിയാൽ ഏത് PSCക്കാലും പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ പത്രവായന നിർബന്ധമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറകാട്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. അപ്പം LP UP പഠനം എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന നിങ്ങൾക്കുള്ളൊരു ദിശാസൂചകമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, പഴയ റാങ്ക് ഫെയിൽ വെച്ച് പഠിച്ചു തുടങ്ങണോ, അല്ലെങ്കിൽ 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകം 5ാം ക്ലാസ്സിന് തുടങ്ങണോ, അല്ലെങ്കിൽ പ്രീവിയസ് പഠിച്ച് തുടങ്ങിയാൽ മതിയോ, ഇങ്ങനെ പല ചിന്തകളിലായിരിക്കും നിങ്ങൾ ചിലപ്പം പല രീതിയിൽ തുടങ്ങി നോക്കിയിട്ടുണ്ടാവും, ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോയാൽ ഇത് നേടാൻ പറ്റുക എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരണം ഞാൻ തരാം. ആദ്യം നിങ്ങൾ തുടങ്ങേണ്ടത് ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്നാണ്. നിങ്ങളുടെ ഈ സിലബസ് നോക്കിയാൽ ഈ സിലബസ് വന്നതിന് ശേഷം PSC നടത്തിയ പരീക്ഷകളുടെ ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു 8 ടോപ്പിക്ക് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് തരാം. ആ 8 ടോപ്പിക്ക് പഠിച്ചാൽ 8 മാർക്ക് ഉറപ്പാണ്. ഈ 8 ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് വെറും 8 ദിവസം മതി. ചുമ്മാ വെറും ഒരാഴ്ച കൊണ്ട് 8 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100ൽ 8 മാർക്ക്, 8% മാർക്കായ ഒരാഴ്ച കൊണ്ട്. നിങ്ങളെന്താ പറയുന്നത്? ചിലർ കാര്യമാണോ? അപ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് ഉയർത്തും, പിന്നെ നിങ്ങൾ പറവറക്കും. ഈ ഒരു കൺസിസ്റ്റൻസി പിന്നെ അങ്ങോട്ട് സൂക്ഷിച്ചാൽ ഉറപ്പായിട്ടും ടോപ്പ് റാങ്ക് നേടാൻ പറ്റും. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ ഹോട്ട് ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ ഹോട്ട് ടോപ്പിക്സ് കൂടെ പറഞ്ഞുതരാം. അവിടെ നിങ്ങൾക്ക് തുടങ്ങാം. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തുടങ്ങാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഗോൾഡ് ബാച്ചിൽ ചേർന്നിട്ട് പഠിച്ചു തുടങ്ങാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തരും. നിങ്ങളത് ദിവസേന പഠിച്ചാൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ പറയുന്ന ഗൈഡൻസ് അനുസരിച്ച്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: 1, 5 മുതൽ 10 വരെയുള്ള പഴയ SCRTയും പുതിയ SCRTയും നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇനി പഴയ നോക്കണോ പുതിയ നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. പഴയതും നോക്കണം, പുതിയതും നോക്കണം. പഴയതിലുള്ളതിൽ ഇപ്പോഴത്തതിലില്ലാത്ത കുറേ ഫാക്ട്സ് ഉണ്ട്. പഴയതിലില്ലാത്ത ഇപ്പോഴത്തെ പുസ്തകത്തിൽ മാത്രമായിട്ടുള്ള കുറേ ഫാക്ട്സ് അതുമുണ്ട്. ബാക്കി വലിയൊരു ശതമാനം രണ്ടിലുള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ പഴയതും പുതിയതും, ഒന്നുകിൽ പുതിയതിൽ പഠനം തുടങ്ങുക. പഴയതെല്ലാം പഠിച്ചിട്ടില്ല, കഴിഞ്ഞ പരീക്ഷ നോക്കിയിട്ട് നിങ്ങൾ പുതിയതായിട്ട് പഠനം ആരംഭിക്കുന്ന ആളുകളാണെങ്കിൽ പുതിയ SCRT അങ്ങോട്ട് പഠിക്കുക. അതിനുശേഷം പഴയതിലേക്കൊന്ന് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 80-90% റിവിഷൻ ആയിരിക്കും. ബാക്കിയുള്ള ഒരു 10% പുതിയ ഫാക്ട്സ് നിങ്ങൾ പഠിക്കും. പുതിയ ഫാക്ട്സ് മീൻസ് ഇവിടെ പുതിയ പുസ്തകത്തിൽ കാണാത്ത ഫാക്ട്സ്. അപ്പോൾ ആ രീതിയിൽ 5 മുതൽ 10 വരെയുള്ള SCRT പഠിക്കണം. പിന്നെയോ ഹയർ സെക്കൻഡറി പഠിക്കണം. അതൊരു ബാലികേറ മലയാണ്. നിങ്ങൾ ഈ LPSA പരീക്ഷയ്ക്ക് വേണ്ടി LP സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി പഠിക്കണം എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമാണോ നിങ്ങൾ ചിന്തിക്കും. UPSAയിലായാലും LPSAയിലായാലും ഹയർ സെക്കൻഡറി പാഠപുസ്തകത്തിനുള്ള ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അത് ചില പരീക്ഷകളിൽ 1, 2 മാത്രമായിരിക്കും. ചില പരീക്ഷകളിൽ അത് 10-12 ചോദ്യങ്ങൾ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള LPSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം 10ഓളം ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്, ഹയർ സെക്കൻഡറി എന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഹയർ സെക്കൻഡറി അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കൽ നടക്കുമോ? സയൻസ് പഠിച്ചവരെ സംബന്ധിച്ച് ഈ പറയുന്ന മാനവിക വിഷയങ്ങൾ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പഠിക്കൽ നല്ല പാടായിരിക്കും. നേരെ തിരിച്ചും ആ വിഷയങ്ങൾ പഠിച്ച ആളുകൾക്ക് സയൻസ് പഠിക്കലും പാടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു നല്ല മെൻറ്റർ സപ്പോർട്ട് വേണം, ഗൈഡൻസ് വേണം. സെലക്റ്റീവ് സ്റ്റഡിയാണ് അവിടെ നടത്തേണ്ടത്. മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന്, ചില പ്രത്യേക ചാപ്റ്ററുകളിൽ നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ അവിടെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്. അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പഠനമാണ് അവിടെ നടത്തേണ്ടത്. അല്ലാതെ SCRT 5 to 10 പഠിക്കുന്ന പോലെ ചാപ്റ്റർ വൈസ് കംപ്ലീറ്റ് ഹയർ സെക്കൻഡറി പഠിക്കൽ സാധ്യമല്ല. ഒരാളെ കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലൊക്കെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരായിരിക്കണം. എന്നാൽ പോലും നിങ്ങൾ എടുക്കുന്ന വിഷയം ചിലപ്പോൾ സയൻസ് വിഷയമാണെങ്കിൽ ഫിസിക്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവില്ല, കെമിസ്ട്രി ആയിരിക്കും, അല്ലെങ്കിൽ ബയോളജി ആയിരിക്കും. ബാക്കിയുള്ള വലിയ ധാരണ ഉണ്ടാവില്ല. മറ്റുള്ള ഹ്യൂമാനിറ്റീസിൻ്റെയും കൊമേഴ്സിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അതേപോലെ തന്നെ നേരെ തിരിച്ചുമായിരിക്കും. ഓക്കെ, ദെൻ PYQൻ്റെ പ്രാധാന്യം എത്രത്തോളം? PYQ ഇപ്പോൾ ഒരു 10-15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സിലബസ് വെച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുള്ള പുസ്തകം വാങ്ങിയല്ല നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അങ്ങനെ പുസ്തകം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചോ, ഇപ്പോൾ പഠിക്കണ്ട. അത് പിന്നീട് മതി. അതൊരു റിവിഷൻ മെറ്റീരിയൽ മാത്രമാണ്. ആ ചോദ്യങ്ങൾ അതേപടി ആവർത്തിക്കും. ഞാൻ കുറേ എക്സാമുകൾ ഇങ്ങനെ എഴുതിയാൽ മതി എനിക്ക് കിട്ടിക്കോളെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ച് തീർത്തതിന് ശേഷമുള്ള ഒരു റിവിഷന് വേണ്ടി മാത്രമേ ഇത് ഉപകരിക്കുള്ളൂ. നിങ്ങൾ ഓരോ ഏരിയ പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി ശീലിക്കണം. അവിടെ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരുമെന്ന് പരിശീലിക്കണം. അതുകൂടാതെ എന്താണ്, ആ ഒരു സിലബസ് തീർത്തതിന് ശേഷം, റിവിഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് PYQയിലേക്ക് പോകാം. ഈ പറയുന്ന പരീക്ഷകളുടെ ഒക്കെ അനുബന്ധ വസ്തുതകൾ ചേർത്ത് പഠിച്ചാൽ നല്ലതാണ്. പക്ഷെ തുടക്കം തന്നെ അത് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കാര്യമായി ഒന്നും കിട്ടില്ല. കാരണം അതേപടി ചോദ്യങ്ങൾ ആവർത്തിക്കുകയല്ല ഇപ്പോൾ PSC ചോദിക്കുന്നത്. ആ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ പല രീതിയിൽ ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സൈക്കോളജി, ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ LPSA അല്ലെങ്കിൽ UPSA പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും LDC പോലെയുള്ള മറ്റു പരീക്ഷകൾക്ക് കൂടെ തയ്യാറെടുക്കാം.
നിങ്ങൾക്ക് അവർ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇംഗ്ലീഷും മാത്സും മലയാളവും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവർ പഠിക്കാത്ത സൈക്കോളജി നിങ്ങൾ പഠിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് മൂന്നും LDC പോലെയുള്ള മറ്റു PSC പരീക്ഷകൾക്ക് നോക്കുന്ന അവരെക്കാളും കൂടുതൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. ഇനി GKയുടെ കാര്യത്തിൽ നിങ്ങളുടെ സിലബസിലുള്ള GK ഏരിയ അവരുടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെറും 25% മാത്രമേ നിങ്ങൾക്കുള്ളൂ. വളരെ ചെറുതാണ്. അവിടെ LDCക്ക് വലിയ സിലബസാണ്. അവിടെ വിശാലമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതെല്ലാ പരീക്ഷകൾക്കും ഗുണം ചെയ്യുന്നതാണ്. അതിലുപരി നിങ്ങളുടെ പരീക്ഷയിലും മാർക്ക് നിർണ്ണയിക്കുന്നതാണ്, റാങ്ക് നിർണ്ണയിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം. ഇംഗ്ലീഷ് എനിക്ക് പാടാണ്, മാത്സ് എനിക്ക് പാടാണ്, അതിലുള്ള മാർക്ക് ഇത്രയല്ലേ, എന്നാൽ അപ്പം ഞാൻ ബാക്കിയുള്ളതിൽ മത്സരിച്ചേക്കാം, അങ്ങനെയുള്ള ചിന്ത പാടില്ല. എല്ലാം മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യമാണ്. കറണ്ട് അഫേഴ്സ് ആകെ 3-4 ചോദ്യങ്ങളെ വരുള്ളൂ എന്ന് വെച്ച് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് അത്രയും മാർക്കുള്ളൂ. 26ഉം 19ഉം ബേസിക് സയൻസിൽ നിന്ന് 26 മാർക്ക് കറണ്ട് അഫേഴ്സ് അടക്കം, സോഷ്യൽ സയൻസിൽ നിന്ന് 19 മാർക്ക് കറണ്ട് അഫേഴ്സ് അടക്കം, 45 മാർക്ക്. ഇതാണ് ബേസിക് സയൻസും സോഷ്യൽ സയൻസും തമ്മിലുള്ള ആകെയുള്ള മാർക്ക്. 45 മാർക്കിനേ ഉള്ളൂ. അതിൽ 3-4 ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മോശമല്ല. ചിലപ്പോൾ 5 ചോദ്യം വരാറുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കേണ്ടത്? അവിടെ ചില ഏരിയകൾ സെലക്ട് ചെയ്തേ പഠിക്കേണ്ടതുള്ളൂ. മറ്റേ LDCയുടെ കറണ്ട് അഫേഴ്സ് പഠിക്കുന്ന പോലെ നിങ്ങൾ കണ്ടമാനം വായിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. അവിടെ സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന കുറേ ഏരിയകളുണ്ട്. ആ ഏരിയകൾ ഞാൻ സെലക്ട് ചെയ്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അടുത്ത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആ രീതിയിൽ പഠിച്ചാൽ മതി. നിങ്ങളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം അതിൽ ഒതുങ്ങി മാത്രം കറണ്ട് അഫേഴ്സ് പഠിച്ചാൽ മതി. അല്ലാതെ കാടടക്കി കേരളം, ഇന്ത്യ, ലോകം എന്നുള്ള രീതിയിൽ എല്ലാം കൂടെ പഠിച്ചു പോകുന്ന രീതിയിൽ കറണ്ട് അഫേഴ്സ് പഠിക്കണ്ട. പിന്നെ കറണ്ട് അഫേഴ്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പഠനം PSC പഠനം തുടങ്ങിയാൽ, ഏത് PSCക്കാലും പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ പത്രവായന നിർബന്ധമാണ്. ആ പത്രം വായിച്ച് നിങ്ങൾ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തുന്നതിന് പകരം ആ പത്രങ്ങളും മറ്റും വായിച്ചിട്ട് ഈ മേഖലയിലുള്ള ആളുകൾ തയ്യാറാക്കുന്ന കറണ്ട് അഫേഴ്സ് നോട്ട് ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലുമൊക്കെ? എൻട്രിയിൽ തന്നെ ഫ്രീ ആയിട്ടുണ്ടല്ലോ, അത് പഠിക്കുക. ആ ഡെയിലിയുള്ള കാര്യങ്ങൾ പിറ്റേ നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് ഓടിച്ച് നോക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പഠിച്ച് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ആ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പഠനം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയാൽ മാത്രമാണ് പല കാര്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കിലെ കറണ്ട് അഫേഴ്സ് പഠിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആളെപ്പോലും പരിചയം ഉണ്ടാവില്ല. ആളെ പേര് പോലും നിങ്ങൾ പഠിക്കേണ്ടി വരും. എന്നിട്ട് അയാൾ ഏത് മേഖലയാണെന്ന് പഠിക്കേണ്ടി വരും. എന്നിട്ട് ആ മേഖലയിൽ അയാൾ എന്ത് നേട്ടമാണ് ഇത്രയും കാലം ഉണ്ടാക്കിയെന്ന് പഠിക്കേണ്ടി വരും. എന്നിട്ട് ഇപ്പം ഉണ്ടാക്കിയ നേട്ടത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര പാടായിരിക്കും. കറണ്ട് അഫേഴ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും പലരും. ഇതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയായിട്ട് ധാരണ വേണം. അതുകൊണ്ട് PSC പഠനം തുടങ്ങിയാൽ കറണ്ട് അഫേഴ്സ് പഠനവും അതോടൊപ്പം തന്നെ തുടങ്ങുക. ഓക്കെ, ദെൻ വീക്ക്ലി റിവിഷൻ, മെഗാ റിവിഷൻ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ ബാച്ചിലാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തിങ്കൾ ടു വെള്ളി പഠിക്കാൻ കൊടുക്കും. ശനി റിവിഷൻ, ഞായർ റിവിഷൻ. ആ ഒരാഴ്ച പഠിച്ചത് ഒരു ദിവസം റിവിഷൻ ചെയ്യുക, ശനിയാഴ്ച റിവിഷൻ ചെയ്യുക. തിങ്കൾ ടു വെള്ളി പഠിച്ചത് ഞായറാഴ്ച എന്ത് ചെയ്യണം? നിങ്ങൾ അതിന് മുമ്പ് പഠിച്ചത്, അതായത് കുറച്ച് മുന്നോട്ടേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും? പിറകുന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മങ്ങിത്തുടങ്ങും, അതിങ്ങനെ പോയി തുടങ്ങും. അതുകൂടെ റിവിഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി റിവിഷൻ. അപ്പോൾ 2 റിവിഷൻ ഡേ ആണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം? വീക്ക്ലി റിവിഷൻ നടത്തണം. അല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്, ഞാൻ കോൺഫിഡൻ്റ് ആണ് വിചാരിച്ചിട്ട് കാര്യമില്ല. കുറേ സാധനങ്ങൾ ഇങ്ങനെ പോകും. അതെല്ലാവരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അത് റിവിഷൻ നടത്തിയില്ല എങ്കിൽ പോകും. അപ്പോൾ ആ രീതിയിൽ വീക്ക്ലി 2 ദിവസം റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും ബെറ്റർ. ആ ഒരാഴ്ച പഠിച്ച കാര്യം റിവിഷൻ ചെയ്യാൻ ഒരു ദിവസവും, അതുവരെ മുൻപേ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഓടിച്ച് നോക്കാൻ ഒരു ദിവസവും. ആ രീതി 2 റിവിഷൻ ഡേ മാറ്റി വെക്കുക. പിന്നെ മെഗാ റിവിഷൻ എന്നുള്ള രീതിയിൽ നടത്തുക. അതായത് ഇപ്പോൾ ഒരു മാസം കഴിയുന്ന സമയത്ത്, ഇപ്പോൾ ഒരാഴ്ചയിൽ ഇങ്ങനെ ചെയ്തല്ലോ, അപ്പോൾ അതേപോലെ ഒരു മാസം കഴിയുന്ന സമയത്ത് ആ മാസത്തിൽ മൊത്തം പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്യുക. ആ രീതിയിൽ 2-3 ദിവസം മാറ്റി വെക്കുക. അപ്പോൾ ആ രീതിയിൽ റിവിഷൻ നടത്തിയില്ല എങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഗുണം ഉണ്ടാവില്ല. പഠനത്തോടൊപ്പം റിവിഷൻ നടത്തിയില്ല എങ്കിൽ ഉറപ്പായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, പിന്നെ അതോടൊപ്പം റിവിഷൻ എക്സാമുകൾ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ബാച്ചിലൊക്കെ ചേർന്ന് പഠിക്കുന്നവരെ സംബന്ധിച്ച് എക്സാമിൻ്റെ കാര്യത്തിൽ ഒരു പഞ്ഞം ഉണ്ടാവില്ല. ഓരോ ദിവസവും പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടാവും. പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ വൈസ് എക്സാമുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരാഴ്ചത്തെ പഠനം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ്, മലയാളം, സൈക്കോളജി, പിന്നെ ഒരു 3-4 GK ടോപ്പിക് എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള സ്റ്റഡി പ്ലാൻ എക്സാം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എക്സാമുകൾ ഉണ്ടാവും. അതേപോലെ നിങ്ങളും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് എക്സാം എഴുതാൻ പാടായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അവിടെ നിന്ന് കിട്ടാനുള്ള വിഷയമുണ്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? സൗജന്യമായിട്ടുള്ള മാക്സിമം സ്രോതസ്സുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. എൻട്രിയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാമുകൾ സൗജന്യമായിട്ട് കിട്ടും. അതെങ്കിലും ഉപയോഗിക്കുക. പഠിക്കാൻ നിങ്ങൾക്ക് കോഴ്സ് വേണ്ടായെങ്കിൽ ആ രീതിയിൽ എൻട്രി ഉപയോഗിക്കുക. അതേപോലെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന എക്സാമുകൾ, അങ്ങനെയുള്ള എന്തൊക്കെ കിട്ടുമോ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ OMR ഷീറ്റ് വാങ്ങി വെച്ചിട്ട് അതിൽ കറപ്പിച്ച് തന്നെ എക്സാം എഴുതി ശീലിക്കുക. കുറേ എക്സാമുകൾ അങ്ങനെയും ചെയ്യുക. ഈ ഓൺലൈൻ എക്സാമുകൾ മാത്രമല്ലാതെ ആ എക്സാമുകൾ അവിടെ ചെയ്യാതെ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക?
OMR ഷീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും മറ്റിലും വരുന്ന ഈ പറയുന്ന മോഡൽ എക്സാമുകൾ, അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ, ഇതൊക്കെ OMR ഷീറ്റ് വെച്ച് ചെയ്യുക. OMR ഷീറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടും, കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ കറുപ്പിച്ചിട്ട് ആ രീതിയിൽ തന്നെ ചെയ്ത് ശീലിക്കുക. അതേപോലെ മറ്റ് PSC എക്സാമുകൾ എഴുതാനുള്ള ഒരു ചാൻസും മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഇനി LP-UP വരാൻ പോവുക, നിങ്ങളുടെ ലക്ഷ്യം അതാണ്. പക്ഷെ അതിനിടയിൽ ഇനിയിപ്പോൾ വരുന്ന അപേക്ഷകളൊക്കെ കൊടുക്കുക, എല്ലാം എഴുതാനുള്ളതൊക്കെ പോയിട്ട് എഴുതുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു ബന്ധമില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതിൽ നിന്ന് എത്രയോ മാർക്ക് കുറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ഒരു പക്ഷേ ആദ്യ റാങ്ക് വരേണ്ട നിങ്ങൾ 100-ന് പുറത്താവും, 100-നുള്ളിൽ വരേണ്ട നിങ്ങൾ ചിലപ്പോൾ 200-ലേക്കോ 300-ലേക്കോ പിന്തള്ളപ്പെട്ടേക്കും. അതുകൊണ്ട് എക്സാം എഴുതി ശീലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് യഥാർത്ഥ പരീക്ഷയുടെ ആ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പോയിട്ട് എഴുതാനുള്ള അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8 ഹോട്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ PSC LP-UP പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഈ ടോപ്പിക്കുകൾ പഠിച്ച് നമ്മളങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കിനും മാർക്ക് കിട്ടും. കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാം. 8 ദിവസം മതി, 8-10 ദിവസം മതി. ആ ദിവസം കൊണ്ട് തന്നെ ഇത്രയും മാർക്ക് ഉറപ്പിച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് 2026 അവസാന നവംബറിലോ ഡിസംബറിലോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2027 നടക്കാൻ പോകുന്ന എക്സാമിന് നിങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് 8 മാർക്ക് ഉറപ്പിച്ച് കഴിഞ്ഞു. എത്ര സുഖമുണ്ട്, എത്ര കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഈ ടോപ്പിക്കുകളൊക്കെ നോക്കുക. ഒന്ന് ദ്രവബലങ്ങൾ, ഫിസിക്സിലെ ദ്രവബലങ്ങളും ചലനവും പഠിക്കുക, ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാവും. പിന്നെ കെമിസ്ട്രിയിൽ ലായനികൾ എന്നുള്ള ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളത്. പിന്നെ സിന്ധു നദീതട സംസ്കാരം, വെങ്കലയുഗ സംസ്കാരങ്ങളാണ് നിങ്ങൾക്ക് ലോക ചരിത്രത്തിൽ ആകെ പഠിക്കാനുള്ളൊരു ടോപ്പിക്ക്. അതിൽ സിന്ധു നദീതട സംസ്കാരം എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇന്ത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും പ്രധാന സമ്മേളനങ്ങളും പഠിക്കുക. പിന്നെ നവോത്ഥാന നായകന്മാർ എല്ലാവരും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ ഒരുപക്ഷെ ഇത്തിരി കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് വക്കം മൗലവിയാണ്. ദെൻ അന്തരീക്ഷപ്പാളി, ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക് അന്തരീക്ഷ പാളികളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമാണ്. പിന്നെ എക്കണോമിക്സിൽ നിങ്ങൾക്ക് ബാങ്കിങ് എന്നുള്ളൊരു ടോപ്പിക്ക് മാത്രമേ ഇപ്പോൾ ഉള്ള സിലബസ് പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിസർവ് ബാങ്കും അതിൻ്റെ ധർമ്മങ്ങളുമാണ്. ഈ ഒരു സിലബസ് മാറുമോ എന്നുള്ള ചർച്ചയുമായി ഇനി നിങ്ങൾ ഇരിക്കേണ്ട. സിലബസ് മാറിയാലും ഇല്ലെങ്കിലും പഠിക്കാനുള്ളത് ഇതൊക്കെ തന്നെയായിരിക്കും. കാരണം എന്താ, പഴയ പാഠപുസ്തകത്തെ ബേസ് ചെയ്താണ് അന്നത്തെ സിലബസ്. അതിൽ നിന്ന് ഈ പുതിയ പാഠപുസ്തകത്തിന് ആകെ ഒരു 10% കണ്ടന്റ് അധികം വന്നു എന്നുള്ളത് മാത്രമാണ് മാറ്റം. ചാപ്റ്ററിൻ്റെ പേരുകളിലുള്ള മാറ്റവും. ചില 2 ചാപ്റ്ററുകൾ കൂട്ടി, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ചില 2 ചാപ്റ്ററുകൾ കൂട്ടിച്ചേർത്ത് ഒരു ചാപ്റ്ററാക്കി മാറ്റിയിട്ടുണ്ട്. ചില ഒരു ചാപ്റ്ററിന് പകരം ഒരു ചാപ്റ്റർ തന്നെയായിരിക്കും, കണ്ടന്റ് കൂടുതലുണ്ടാവും അല്ലെങ്കിൽ കണ്ടന്റ് കുറവായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസിൽ എന്ത് മാറ്റം ഉണ്ടായാലും ആ എഴുതി വെക്കുന്ന രൂപത്തിലേ മാറ്റം ഉണ്ടാവും, പഠിക്കാനുള്ള കാര്യത്തിൽ മാറ്റം ഉണ്ടാവില്ല. അത് പ്രധാനമായിട്ടും 5 to 10 SCRTയും ഹയർ സെക്കൻഡറിയിൽ നിന്നുള്ള സെലക്റ്റീവായിട്ടുള്ള ഏരിയകളുമായിരിക്കും. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾ ഏത് കാലവും ഒരു ഉദ്യോഗാർത്ഥിയായി തുടരേണ്ടി വരും. അതല്ല എങ്കിൽ നിങ്ങളൊരു റാങ്ക് ഹോൾഡറായിട്ട് മാറും. ഉറപ്പായിട്ടും അടുത്ത LP-UP പരീക്ഷയിൽ LPSA UPSA ആദ്യ റാങ്കുകൾ ഞാൻ കരസ്ഥമാക്കുമെന്ന തീരുമാനം ഇപ്പോൾ എടുക്കുക. ഇവിടെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേര്, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജില്ല, നിങ്ങൾ നേടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന റാങ്ക് LPST അല്ലെങ്കിൽ UPST പരീക്ഷയിൽ ഇത്രയ്ക്കുള്ളിൽ 50-നുള്ളിൽ വിത്തിൻ 50 അല്ലെങ്കിൽ വിത്തിൻ 100 അല്ലെങ്കിൽ എറണാകുളം 1ാം റാങ്ക് അല്ലെങ്കിൽ കോഴിക്കോട് 10-നുള്ളിൽ ആ രീതിയിൽ. അല്ലാതെ കണ്ണൂർ 33ാം റാങ്ക് ഞാൻ നേടും, അത് പറ്റൂലല്ലോ, ഭാഗ്യം വേണ്ടേ, അത് നടക്കൂലല്ലോ. അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾക്ക് നേടാൻ പറ്റും, നിങ്ങളുടെ കഴിവ് കൊണ്ട് നേടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. അവിടെ ഓർമ്മ വേണം, ഞാനിവിടെ ഇത് പറയുകയാണ്, ഞാനിത് നേടിയേ അടങ്ങുള്ളൂ, ആ ഒരു ചിന്ത വേണം. ഞാനിവിടെ പറഞ്ഞുകൊണ്ടത് വേറെ ആരെയും കണ്ടിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മോശമല്ലേ, അങ്ങനെയുള്ള ചിന്തകൾ വേണ്ട. നിങ്ങൾ അധ്യാപകരാണ്, ഒരു ഉളുപ്പും മാനവും ഇല്ലാണ്ട് കുട്ടികളെ മുന്നിൽ എന്തൊക്കെ കളിക്കാനുള്ളതാണ്, LPയിലൊക്കെ എന്തൊക്കെ കളികൾ കളിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാ നാണക്കേട്, ഒരു നാണക്കേടും വേണ്ട. അപ്പോൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുക. അതിൻ്റെ ഒരു തുടക്കമായി ഈ കമൻറ്റ് ബോക്സിനെ മാറ്റുക. ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ലക്ഷ്യം പറഞ്ഞു വെക്കുക. അത് നേടിയേ അടങ്ങാവുള്ളൂ. നേടിക്കഴിഞ്ഞിട്ട് ഇതേ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ വരും. സാറേ ഇതാ സാറ് പറഞ്ഞ കേട്ട് ഈ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചാൽ ഞാൻ തുടങ്ങിയത്, ഇതാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു, ഇത്ര റാങ്ക് നേടിക്കൊണ്ടുതാ ഞാനിവിടെ വന്നിരിക്കുന്നു എന്നുള്ള ആ കമൻറ്റ് അവിടെ വേണം. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇടുന്ന കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അന്ന് നിങ്ങൾക്ക് റാങ്ക് കിട്ടുന്ന സമയത്ത് അതുകൂടെ വെച്ചിട്ട് നമ്മൾ റീലങ്ങോട്ട് ഇറക്കും, പൊളിക്കൂല സാധനം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകൾ കൊണ്ട് ഇവിടെ ഈ ഒരു കമൻറ്റ് ബോക്സ് നിറയട്ടെ. നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിക്കൂടുക. എല്ലാവിധ ആശംസകളും എല്ലാ സപ്പോർട്ടുമായിട്ട് യൂട്യൂബിലൂടെ ആയിട്ടായാലും എൻട്രിയിലൂടെ ആയാലും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.